ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് തന്നെ റിയാക്ട് മനു. അപ്പം ഒരുപാട് നാളായി ഞാനിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ സമയങ്ങൾ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഉണ്ടാക്കുന്നത്. ഓക്കെ, വർക്ക് മസ്റ്റാണല്ലോ. സോ നമുക്കിന്ന് നമ്മൾ ആങ്കർ ഷാലുവിനുണ്ടായ ഒരു ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഒരു റിസോർട്ടിൽ കൊളാബറേഷൻ പർപ്പസിന് വേണ്ടി പോയിരുന്നായിരുന്നു, റിസോർട്ടും ഹോം സ്റ്റേ ആയ ഒരു സ്ഥലത്തോട്ട്. അപ്പം എന്താണ് ആ ഇഷ്യൂ, ഷാലു എന്താ പറയുന്നതെന്ന് നമുക്കത് കേട്ട് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഓക്കെ, ഞാൻ നോക്കിയിട്ട് പോലും ഇതൊരു ഇഷ്യൂ ആയിട്ട് പോലും ഞാനിത് വലിയ വലിയ ക്രിയേറ്റേഴ്സായ ഇൻഫ്ലുവൻസേഴ്സ് ആരും ഈ കാര്യത്തിനെ ഒന്ന് പോയിൻ്റ് ഔട്ട് പോലും ചെയ്തിട്ടില്ല. ഓക്കെ, എത്ര ഫ്രണ്ട്സൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് പോലും ഈ കുട്ടിയുടെ ഈ പ്രശ്നത്തിന് ആരും കൂടെ നിന്നിട്ടില്ല. നമുക്കൊന്ന് കണ്ടിട്ട് ഇതിൻ്റെ ഒരു റിയാലിറ്റീസിലോട്ടൊന്ന് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഹായ്, ആദ്യമേ ഞാൻ മെൻ്റലിയും ഫിസിക്കലും ഒട്ടും ഓക്കെ അല്ല. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നാളെ എൻ്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരൊറ്റ കൺസേണിലാണ് ഞാൻ ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, പാലക്കുന്ന് കാസർഗോഡുള്ള പ്രോപ്പർട്ടിയിൽ കൊളാബറേഷൻ പേർപ്പസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. 2 ഡേ സ്റ്റേ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് വീഡിയോ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ കൂടെ ചാനലിൽ ഉള്ള ആളുണ്ടായിരുന്നു. ചാനലിൻ്റെ ആൾ എന്നെ ഡ്രോപ്പ് ചെയ്ത് അപ്പം തന്നെ പോയി. അപ്പം ഞാൻ അവിടെ ചെക്ക് ഇൻ ചെയ്ത ടൈം എന്ന് പറയുന്നത് 2:53 PM ആണ്. ഈ കറക്റ്റ് ടൈം ഞാൻ പറയുന്നതിൻ്റെ പിന്നിലും കാര്യമുണ്ട്. അങ്ങനെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആ റൂമിൻ്റെ പുറത്ത് ഇറങ്ങിയില്ല. ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് കൊണ്ടുതരുന്ന സമയത്ത് ഡോറ് തുറന്ന് ഫുഡ് മേടിക്കാന്നല്ലാതെ വേറെ കാര്യത്തിന് പുറത്തിറങ്ങോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നും ആ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനതിന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടന്ന് ഏകദേശം ഒരു 12:45 സമയത്ത് എനിക്ക് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വരുന്നു. അപ്പം എന്നെ ആ സമയത്ത് അങ്ങനെ ആരും വിളിക്കാനോ കാര്യങ്ങളോ ഇല്ല. ഒരു വട്ടം വന്നപ്പം ഞാനത് കട്ടാക്കി വിട്ടു. അങ്ങനെ ഒരു 6-7 വട്ടം വന്നു. അപ്പം ഞാൻ ബ്ലോക്ക് ആക്കി. കാരണം എന്തായാലും ആ നേരത്തെ തന്നെ വിളിക്കാൻ ആരുമില്ല, ഈ നമ്പർ എനിക്ക് പരിചയമില്ല. അപ്പം എനിക്കാണെങ്കിൽ നല്ല ടയർഡാണ്. ഒന്നാമത് എനിക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ ട്രാവൽ ചെയ്തതിന് ക്ഷീണം കാര്യങ്ങളും കൊണ്ട് ഞാൻ അത് ഇഗ്നോർ ചെയ്ത് അവിടെ കിടന്ന് ഒരു 2 മിനിറ്റ് ആയില്ല, ആരും എൻ്റെ റൂമിൻ്റെ ഡോറ് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കിടന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു ആരതെന്ന് ചോദിച്ചപ്പം, ഡോറ് തുറക്കടി, ഇറങ്ങി വാടി, ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതി ഷൗട്ട് ചെയ്ത് ഡോറ് തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുന്ന് സംസാരം. അപ്പം ഞാൻ പറഞ്ഞു, ആരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കും, നീ വിളിക്കടി, ഞാനാടി പോലീസിന്, തുറക്കടി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ കുറെ അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞു. അതെന്താ ഞാനിവിടെ പറയുന്നില്ല. വളരെ മോശമായ രീതിയിൽ അവരവിടുന്ന് ലൈംഗിക ചൊവ്വയുള്ള സംസാരവും കാര്യങ്ങളും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിന് 1 മണിക്ക് എന്തിനാണ് എൻ്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡോറ് തല്ലിപ്പൊളിക്കാനാണ് അവർ നോക്കുന്നത്. ആ ഡോറ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് ഇപ്പോഴും ഊഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോഴും അത് ആലോചിക്കാൻ പറ്റുന്നില്ല. ഞാൻ വലിയ സിറ്റുവേഷൻസ് ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരാൾ കൊല്ലാൻ വന്നാൽ അത് പ്രശ്നമല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ലേഡിക്ക് ഉണ്ടാവരുത് ഞാൻ പറയും. ആ സമയത്ത് ഒരു മാനസികാവസ്ഥ, എന്ത് സംഭവിക്കും, എന്ത് പറ്റും എന്നറിയാതെ ഞാൻ ഡോറ് ശക്തമായിട്ട് അവിടെ പിടിച്ചു നിന്നു. കാരണം ഡോറെങ്ങാനും പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് എനിക്കറിയില്ല. ഇവര് 1-2 വട്ടം മുട്ടിയിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ അത് മൈൻഡ് ആക്കില്ലായിരുന്നു. കാരണം പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, 2 വട്ടം മുട്ടി കുടിച്ചിട്ട് ബോധമല്ലാതെ പോയി എന്ന് വിചാരിച്ചു. പക്ഷെ ഇവര് 1/4 മണിക്കൂറോളം വളരെ ശക്തിയായിട്ട് മുട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ റിസപ്ഷനിൽ വിളിച്ച സമയത്താണെങ്കിലും ഇത് പൊതുവേ നാട്ടിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഒരു പെൺകുട്ടി അഥവാ ഹോട്ടൽ റൂം ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കാനായിട്ട് കുറേ നാറികൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഹോട്ടലിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഹോട്ടൽ സ്റ്റാഫ് ആയിക്കോട്ടെ, അവരെ വിളിച്ചു വരുത്തിയിട്ട് അവരെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയില്ല. അവരെ സേഫ്റ്റി നോക്കേണ്ട കടമ ഒരു റിസോർട്ടുകാരനോ ഹോട്ടലുകാർക്കോ ഉണ്ടായിരുന്നു. ഇതെന്നിട്ട് എന്ത് ബേക്കൽ ഹോംസ് പ്രോപ്പർട്ടീസോ എന്താ? ഇവന്മാർക്ക് എന്ത് നോക്കാൻ നേരമില്ല? ഇവന്മാർക്ക് എന്ത് CCTV ക്യാമറ ഇല്ലേ? അതാ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് അവരാ ഹോട്ടൽ സ്റ്റേ, ആ കുട്ടി പറഞ്ഞ ഹോട്ടൽ സ്റ്റേ. ഒരു രാത്രി സമയത്തൊക്കെ പോയി കതവ് തട്ടുക, എടി പൊടി എന്ന് വിളിക്കുക. ഇവൻ്റെയൊക്കെ മാമൻ്റെ കുടുംബത്തിൽ പറഞ്ഞ പെങ്കൊച്ചാണ്. ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെയാണ് വിളിക്കേണ്ടത് രാത്രി സമയത്തൊക്കെ പോയി കതവ് മുട്ടിയിട്ടൊക്കെ. എടാ, അതൊക്കെ നിനക്കൊക്കെ ഫോട്ടോസോ അല്ലെങ്കിൽ അവരെ കൂടെ വെച്ച് സെൽഫിയോ ഫോട്ടോ എടുക്കണമെങ്കിൽ അത് പിന്നത്തെ സമയത്താവാം.
ഒരു രാവിലെ സമയത്ത് ഒരു മാന്യമായിട്ടൊക്കെ ആവാം. പക്ഷേ ഇത് ഒരാൾ ഇത്രയും ടയേർഡായിട്ടിരിക്കുക, അപ്പോൾ രാത്രി 12 മണി നേരത്തും 2 മണി നേരത്തും ഒക്കെ പോയി കഥമൊക്കെ തട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഞരമ്പിൻ്റെ പ്രശ്നം തന്നെ. ഇതിന് പറ്റിയ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, മറ്റേ നല്ല ഇലക്ട്രിക് ഷോക്ക് എടുത്തിട്ടുണ്ടല്ലോ, വെച്ചിട്ട് അടിച്ചു കൊടുക്കണം. കഴപ്പ്. എന്നിട്ട് ഈ കുട്ടിയുടെ ഈ വീഡിയോനെ കണ്ടിട്ട് പോലും എത്ര പേര് ഇതിനെ ഒരു ആ കൊച്ചിന് ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ആരെങ്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സുമാർ കാറിനകത്ത് കയറി ഇരുന്നിട്ട് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ വീഡിയോ ഞാൻ എങ്ങും ഒരാൾ പോലും അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കുട്ടിക്ക് കാര്യം എന്തോ ആയിക്കോട്ടെ, പുള്ളിക്കാർക്ക് നെഗറ്റീവും പറയാറുണ്ട്, എല്ലാം പറയാറുണ്ട്. പക്ഷേ അതൊരു പെങ്കൊച്ചാണ്. നാളെ നമുക്കുള്ള സ്വന്തക്കാരും നമുക്കുള്ള ഒരു അനിയത്തിക്കും ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കുമോ? അത് എന്തോ ആയിക്കോട്ടെ. ഒന്ന് ഈ ഹോട്ടൽ സ്റ്റേക്കാർക്കായാലും ഒന്ന് നിങ്ങൾ ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പ്രോപ്പറായിട്ട് അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്ക്. പറ്റത്തില്ലേ നിങ്ങൾ ഇറങ്ങി പോകാൻ നോക്ക്, അടച്ചു പൂട്ടിയിട്ട് ഇറങ്ങിപ്പോ. ഓക്കെ, ലീഗൽ ആക്ഷൻസ് എടുക്കാൻ അറിയാത്തതുകൊണ്ടല്ല, ലീഗൽ ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കച്ചവടത്തിനെയാണ് ബാധിക്കുന്നത്. ഓക്കെ, കൊലാബ് ചെയ്യാനായിട്ട് വിളിച്ചിട്ട് ഇതേ കണക്കത്തെ ഉള്ള തെണ്ടിത്തരം കാണിക്കുന്നത്. രാത്രി സമയത്തൊക്കെ വന്ന് കഥ മുട്ടുക. ഇനി വേണമെങ്കിൽ ഇപ്പം വന്ന് ഇപ്പോൾ ഒരു ഹോട്ടലിലോ റിസോർട്ടിലോ പോയി താമസിക്കാനും പേടിയാണ്. ഒളിക്യാമറയും തേങ്ങ കൊലയൊക്കെ കൊണ്ടുപോയി എവിടെയെങ്കിലും കയറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്റ്റാഫിനെ ഫസ്റ്റ് ഓഫ് ഓൾ നന്നായിട്ട് പ്രൊഫഷണൽ ട്രെയിൻ ചെയ്യാൻ നോക്ക്. അവന്മാർക്കുള്ള ആധാറും എല്ലാം മേടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തിട്ട് ഓക്കെ, അന്യ സംസ്ഥാന ആൾക്കാരാണ് ഇത് കൂടുതലും ചെയ്യാനായിട്ട് നോക്കുന്നത്. എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ. ഹോട്ടൽ സ്റ്റേസ് ഒക്കെ ചെയ്യുമ്പം നിങ്ങൾ ഫസ്റ്റ് ജാഗ്രത പാലിക്കണം. ഡിറ്റക്ടിഫൈ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഹോട്ടൽ റൂം സ്കാൻ ചെയ്യാൻ നോക്കുക. എല്ലാ കോർണേഴ്സും ലൈറ്റ്സും എല്ലാം ഓഫ് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് നോക്കിയതിന് ശേഷം റെഡ് ലൈറ്റ് വല്ലതും കത്തുന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഗ്ലാസ്, ചേഞ്ചിങ് റൂം, മിറർ, ടോയ്ലറ്റ്, AC-യുടെ സ്വിച്ച്, മോർട്ടിൻ്റെ മറ്റേ സ്വിച്ച് ഉണ്ടല്ലോ, മോർട്ടിൻ്റെ ലിക്വിഡിൻ്റെ ലൈറ്റ്സ്, അതൊക്കെ എല്ലാം കുഞ്ഞു സ്ക്രൂ വരെ ചെക്ക് ചെയ്ത് നോക്കണം. ഡോറിൻ്റെ അവിടെ തന്നെ ഒരു ബാൻഡേഡ് ഒട്ടിച്ച് വയ്ക്കുക. അങ്ങനെ നിങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. ഒരു കത്തിയും കൂടെ വേണമെങ്കിൽ എടുത്ത് കൈ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അയ്യോ, കത്തി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കത്തിയല്ല, മീൻസ് നമുക്കുള്ള പോക്കറ്റ് യൂസ് ഉള്ള കത്തികൾ കിട്ടുന്നുണ്ട്. പെപ്പർ സ്പ്രേ, ഇതൊക്കെ പെൺകുട്ടികൾ കരുതി കൂട്ടി വയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങളെ സേഫ്റ്റി നിങ്ങളെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം ജാഗ്രത പാലിക്കുക. ഇങ്ങനത്തെ കൊലാബറേഷൻസ് ഒക്കെ പോകുമ്പോൾ കൂടുതലും ഒപ്പരം ഒരു 2 ഫ്രണ്ട്സോ 2 പെൺകുട്ടികൾ ഫ്രണ്ട്സായിട്ടോ ആരെങ്കിലുമൊക്കെ കൂടെ കൊണ്ടുവന്നതായിരിക്കും നല്ലത്. എല്ലാവരും കണ്ടു കഴിയുമ്പോൾ ഒന്ന് അവർ ഫാനാണ് തേങ്ങയാണെന്നും പറഞ്ഞിട്ടൊക്കെ വരുമ്പോൾ കൂടുതലും ഇച്ചിരി ഡിസ്റ്റൻസ് പാലിക്കുന്നത് നല്ലതായിരിക്കും. ഹലോ ഹായ് നല്ലതാണ്, ബട്ട് അവരെ ഇഗ്നോർ ചെയ്യരുത്. ബിക്കോസ് ദേ ആർ യുവർ ഫാൻസ്. നിങ്ങളെ ഫാൻസ് ആയതുകൊണ്ട് ഇഗ്നോർ ചെയ്യരുത്. ബട്ട് അവരുടെ കൂടെ നോർമൽ ഡിസ്റ്റൻസിൽ ഹലോ ഹായ് പറഞ്ഞ് കൂടുതൽ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാതെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും വെക്കാതെ പയ്യെ പോകുന്നതാണ് നല്ലത്. ഓക്കെ, സോ പിന്നെന്താ പറയുക, കൊലാബറേഷൻസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പൊതുവെ എല്ലാവർക്കും നമ്പേഴ്സൊക്കെ കൊടുത്തു പോകും. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഒന്ന് മെല്ലെ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. സോ ഷാലു, ഓൾവേസ് സ്റ്റേ സേഫ്. പിന്നെ ഇവിടെ ഈ ഇഷ്യൂസ് പറ്റുവാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത് ഇതിൻ്റെ മാക്സിമം ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇനി ഈ അവസ്ഥ ഒരു പെൺകുട്ടിക്കും വരാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സൈൻ ഓഫ് എടുക്കുകയാണ്. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ഷാലുവിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് ഷീ ഈസ് ഓൾറെഡി ഡൗൺ. സോ ഹെൽപ്പ് ഹർ ടു ബിൽഡ് ഹർ മൈൻഡ് സെറ്റ് സ്ട്രോങ്ങർ. താങ്ക് യു.